എന്താ ജോർജെ, രാവിലെ ഒരു കശപിശ? ചിരിച്ച മുഖത്തോടെ വരുന്നവർക്ക് സാധനം എടുത്തു കൊടുത്തൂടെ? ആട്ടെ, നിന്റെ മുതലാളിയോടെ? അകത്തുണ്ട്, അങ്ങോട്ട് പോയിക്കോളി. ഓയ്, കാശുണ്ടാക്കിക്കോ. പച്ചക്കറി കൊടുത്ത് പറ്റിച്ച് കാശുണ്ടാക്കിക്കോ. കണക്കൂട്ടി താനൊരു കണക്കാവും. ഒരു ബൾബ് പോയാൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കല്ലാതെ പകരം മറ്റൊരു ബൾബ് ഒരുത്തരും വാങ്ങൂല. പൊന്നിനേക്കാൾ വിലയുള്ള പച്ചക്കറി വാങ്ങി തന്നെ കറി വെക്കുന്നുള്ളത് കേരളത്തിൽ ഇപ്പൊ ഒരു ഫാഷനാ. നിന്റെയൊക്കെ ഒരു സമയോടാ. രാവിലെ തന്നെ നല്ല മൂഡിലാണല്ലോ. എന്ത് കിട്ടി? കിട്ടിയില്ല, കിട്ടിയേക്കും. എന്താ കടങ്കഥയോ? എന്റെ സെബി, രാവിലെ കട തുറക്കാൻ ചെന്നപ്പോ നല്ല കടിയായിരുന്നു. കടയുടെ പുറയിലെ ഷെഡിൽ ഒരുത്തി മലർന്നങ്ങനെ കിടക്ക. നല്ല ചന്തുള്ളൊരു പീസ്. പിള്ളേച്ചൻ ശരിക്കും കണ്ടോ? ശരിക്കും കണ്ടോന്നോ? ദാ ഈ കണ്ണിൽ ഇപ്പോഴും കാണും. എന്നിട്ട് അവൾ എവിടെ? കാണാൻ ചെയ്യലുണ്ടെങ്കിലും തലക്കത്ര വെളിവുണ്ടോന്ന് തോന്നുന്നില്ല. ഒരു കണക്കിന് നല്ലതാ അത്. ഒരു അന്തവും കുന്തും ഇല്ലാതെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. വാസു അവളെ ഇറക്കി വിട്ടു. ഇനി ആരെങ്കിലും കാര്യം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടതാണോ? പിള്ളേച്ച, ഇതെന്താണ് അടിവയറ്റ് ചെയ്യുന്ന ഒരു അന്തർദാഹം? ദേ, പീഡനങ്ങളുടെ കാല പറഞ്ഞേക്കാം. എന്റെ ഗുരുവായൂരപ്പ, ഈയൊരു നല്ലൊരു കാര്യം ചർച്ച ചെയ്യുമ്പോ താൻ വെറുതെ പേടിപ്പിക്കലുള്ളൂ ദുഷ്ട. എന്നിട്ടിപ്പോ അവൾ എവിടെ? അയ്യോ, അതറിയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. വെള്ളത്തിൽ എവിടുന്നാ വരുന്നത്? ഇക്കയുടെ കടയിൽ നിന്ന് കടുപ്പത്തിലൊരു ചായ കുടിച്ചിട്ട് വരുന്ന വഴിയാ. ഇക്കണക്കിന് പോയാൽ കടുപ്പം കുറച്ച് കൂട്ടേണ്ടി വരുമല്ലോ വെള്ളച്ച. കാലത്തെ എന്താ ഒരു മൊനമ്പുള്ള വർത്താനം? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഏതാണ്ട് കൊള്ളാവുന്ന ഒരു വിരുന്നുകാരി കടയുടെ പിന്നിൽ താമസാക്കിയെന്ന് വാസു പറയുന്നത് കേട്ടു. അവൻ ഇത്രയും കൂടി പറഞ്ഞു, എന്റെ മുതലാളി രാവിലെ തന്നെ മെരുകനെ പോലെ അവിടേക്കും ഇവിടേക്കും ഓട്ടത്തിലാണ് എന്ന്. അയ്യയ്യോ, ഏതോ ഒരു പാവം പെണ്ണ്. തലക്ക് വെളിവില്ലെന്നാ തോന്നുന്നത്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് തന്നെ പാവമാണ്. പിന്നെ ഞാൻ അത്തരക്കാരനല്ല എന്ന് മമ്മക്കൊക്കെ നല്ലോണം അറിയാവുന്നല്ലേ. പിന്നെ നല്ലോണം അറിയാവുന്നോണ്ടല്ലേ ഇപ്പൊ കുഴപ്പമായത്. ആട്ടെ, അവളിപ്പോ എവിടെയുണ്ട്? ആർക്കറിയാം. കടയിൽ ആളില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആട്ടെ, പിള്ളാച്ചിന് ഇരിപ്പോർക്കുന്നില്ല. ഇത്തിക്കര ഗ്രാമത്തിൽ നമ്മൾ അറിയാതെ ഒരെണ്ണോ? അത് കൊള്ളാലോ. പിടിച്ചത് ഇതിപ്പോ എവിടെ നിറങ്ങി വന്നിരിക്കുന്നു? കുളം മുഴുവൻ കലക്കിയല്ലോ. വാ, നമുക്ക് ആറ്റിൽ പോയി കുളിക്കാം. ഇവള് കുളിക്കും തോറും വെളുക്കുന്നല്ലോ കൊച്ചുമാരാളി. കൂടുതൽ കുളിച്ചാൽ ഉള്ള സൗന്ദര്യം കൂടെ പോകത്തേ ഉള്ളൂ. അത് ശരിയാ, ഇപ്പൊ തന്നെ ഇവളൊരു ഭൂലോക സുന്ദരിയാ. അപ്പൊ പിന്നെ ഇനിയധികം സമയങ്ങളെ നമുക്ക് ഇവിടെ നിന്ന് പരിചയപ്പെടാം. വിപ്രാളപ്പെടാതടാ. അവളെ പരിചയപ്പെടാനുള്ള വഴിയെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം.
എന്നാലും ഇവൾ ആരാന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ, ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായി തിമിംഗലം ഇവിടെ കുളം കലക്കി മറിച്ചല്ലോ. കൊച്ചുമലയാളി, ഇത് വെറും തിമിംഗലമല്ല, നീല തിമിംഗലം. കൊച്ചു മുതലാളി, നമുക്കൊരു സ്വപ്നം നെയ്താലോ? കണ്ണുകൊണ്ട് അതിന്റെ തുണി ഒരുക്കാതരാ. ഓ, വെറുതെ മോഹിപ്പിക്കല്ലേ കൊച്ചുമലയാളി. ഒരു സദ്യ ഒരുക്കി നമുക്ക് കാത്തിരുന്നൂടെ ഇവൾക്ക് വേണ്ടി? ഒരു സദ്യയല്ല, 1000 സദ്യ ഒരുക്കും നമ്മൾ ഇവൾക്ക് വേണ്ടി. ഉവ്വ്. ആ, അണ്ണന് വേണ്ടി കൊച്ചു മുതലാളി സദ്യ ഒരുക്കും. ഇപ്പൊ ഒന്ന് വണ്ടിയെ കയറി, ഇല്ല വന്ന കാര്യം നടക്കാതെ പോകും. നീ പോടാ തുറപ്പാ, ഇതിലും വലിയ കാര്യമോ? ഏറ്റിരിക്കുന്നു. വാ, വന്ന് വണ്ടി കയറ്. കേറാൻ വരട്ടെ. ആചാരപ്രകാരം കുളിച്ചൊരുങ്ങി ഇത്തിക്കരയിലെ തമ്പ്രാക്കളുടെ മുമ്പിൽ ഇവള് മുഖം കാണിക്കാൻ എത്തട്ടെ. ശേഷം സ്ക്രീനിൽ എന്താ? വാ. പ്രാന്തി 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 പ്രാന്തി. കഥകളി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എടാ, ഇത് പട്ടിയെന്ന് തോന്നുന്നു. ഇത് നോക്കി നിന്നാലേ നമ്മുടെ സമയം പോവും. വാ, നമുക്ക് കളിക്കാം. ഇതിവിടെ നിന്നോണ്ട് ഇട്ടോ. അയ്യോ, ഓടിക്കോടാ. പോവാം. അയ്യോ, ഒരു ഭ്രാന്ത് കുട്ടിയാണ്. കൊല്ലണ ഇവളെ. കളിക്കുമ്പോ ബോള് കണ്ടതാ. അങ്ങനെയല്ലേ തോന്നുന്നു. അയ്യോ, ഇത് നമ്മുടെ പൊറ്റങ്ങാടി വീട്ടിലെ കുട്ടിയല്ലേ? മോനെന്ത് പറ്റി മോനെ? ദൈവമേ. നീ ഏതാ കൊച്ചേ? ഇവിടുത്തെ ആണുങ്ങൾക്കേ വേറെ പണിയൊന്നുമില്ല. ആരുടെയെങ്കിലും മെക്കിട്ട് കേറിയില്ലെങ്കിലേ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ കരുമാടിക്കുട്ടന്മാര് കാരണം നിന്റെ സമാധാനം പോയി കിട്ടി. വാ, നിന്റെ പേരെന്താ? പാവം, പേടിച്ചു പോയല്ലേ? മമ്മദ്ക്ക, ഞങ്ങക്ക് കഴിക്കാൻ വല്ലതും താ. ഇപ്പൊ വെളി കൂടി കൂട്ടിയോ? എല്ലാവരും കൂടി ഈ പാവത്തിന്റെ മെക്കട്ട് കയറുന്ന കണ്ടപ്പോ ഞാനിങ്ങ് കൂട്ടിയത്. അതേതായാലും നന്നായി. ഓക്കൊരു തോണിയായി, നമ്മക്കൊരാളുമായി. ഇവർക്ക് കഴിക്കാൻ എന്തായി നിർത്തി കൊടുക്ക്. മമ്മതേ, വല്ലാത്ത വിശപ്പ്. വല്ലതും കഴിക്കാൻ താ. എടാ, സാറുമാർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്ക്. ആ, എന്തെങ്കിലും കഴിക്കാൻ തരാന്ന് പറഞ്ഞ വെളിയിൽ തെണ്ടി തിരിഞ്ഞ് നടക്കണ പട്ടിയും പൂച്ചൊന്നും പിടിച്ചു തരണ്ട. നല്ല ഒന്നാന്തരം പുട്ടും മത്തിക്കറിയും കൊണ്ടാ. അയ്യോ, ഏമാമാര് സ്പെഷ്യൽ ആൾക്കാരല്ലേ, ആവി പറക്കുന്നല്ലേ തരൂ. നിന്റെ മുതലാളി പഠിപ്പിച്ചു വെച്ചത് സതീഷ് കുറുപ്പ് കുറെ കണ്ടതാ. നീയൊക്കെ അല്ലേ അവന്റെ അസിസ്റ്റന്റ്. 10 ഗുണം 10 ഗുണം. അയ്യോ സാറേ, എന്നെ പറയല്ലേ, നേരായിട്ട് സാറിന് നല്ലതേ തരൂ. ഏമാനെ, ഇവളെന്റെ ആരുമല്ല. കണ്ടിട്ടൊരു പാവാന്ന് തോന്നിയത് കൊണ്ട് വല്ലതും മേടിച്ചു കൊടുക്കാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. പെണ്ണേ, മേടിച്ചു കൊടുത്തു നാളെ സ്വന്തം കഞ്ഞുകൂടി മുട്ടിക്കണ്ട. ഇതേതാ മമതേ? ഒരു വിദേശി. വിദേശിയാകുമ്പോ പാസ്പോർട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. ഏമാന്റെ മുഖത്താണോ എച്ചിൽ ഉടയുന്നത്?
സാരമില്ല സാരമില്ല. പാവം ഒന്നും അറിയില്ല.